ഒയാസിസ് മദ്യ കമ്പനിക്ക് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ വെള്ളമെടുക്കാൻ പുതുശ്ശേരി പഞ്ചായത്ത് അനുമതി നൽകിയതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ കോൺഗ്രസ് ഉപരോധ സമരം നടത്തുന്നു. കോരയാർപ്പുഴയിൽ വെള്ളം എടുക്കാനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ പഞ്ചായത്ത് ജീവനക്കാരെയും CPM മെമ്പർമാരെയും പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറ്റിവിടാതെയാണ് സമരം. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, പുതുശ്ശേരി പഞ്ചായത്ത് അനുമതി നൽകിയത് കോരയാർപ്പുഴയിൽ നിന്ന് വെള്ളമെടുക്കാനാണ്, അതിന് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള വെള്ളമെടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ കോൺഗ്രസ് അതൊരു വലിയ ഇഷ്യൂ ആക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇന്നിപ്പോൾ ഈ സമരം എങ്ങനെയാണ്, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സൈഫുദ്ദീൻ ജിൽസി, ഗുഡ് മോർണിംഗ്. ഞാനുള്ളത് ഈ പുതുശ്ശേരി പഞ്ചായത്തിന് മുൻപിലാണ്. ഇവിടെ ഉപരോധ സമരം ഏതാണ്ട് ആരംഭിക്കുകയാണ്. ഈ പ്രധാന നേതാക്കളെല്ലാം തന്നെ എത്തുന്നതേ ഉള്ളൂ. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കൾ വരും. ഈ പുതുശ്ശേരി പഞ്ചായത്തിലുള്ള ഒരു സ്ഥാപനത്തിനല്ല ഈ കെട്ടിട നിർമ്മാണത്തിന് വെള്ളം നൽകുന്നത്. സമീപത്തെ എലപ്പുള്ളി പഞ്ചായത്തിന് വേണ്ടി വരുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് അവിടെ നിന്ന് വെള്ളം ലഭിക്കില്ല കെട്ടിട നിർമ്മാണത്തിന് എന്ന് ഉറപ്പായതോടുകൂടിയാണ് പുതുശ്ശേരി പഞ്ചായത്തിനെ സമീപിക്കുന്നത്. 11ാം ദിവസം ഈ ബോർഡ് ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ അതിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിൽ നടപടിക്രമങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പാലിച്ചില്ല, വളരെ രഹസ്യമായി വെച്ചുകൊണ്ട് ഇത്തരമൊരു നടപടി എടുത്തു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം. ഈ കഴിഞ്ഞ ദിവസം എലപ്പുള്ളി പഞ്ചായത്തിന് മുൻപിൽ അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അവിടെയാണ് ഒയാസിസ് കമ്പനി വരുന്നത്. അതിന് മുൻപിൽ നമ്മൾ CPMന്റെ വലിയൊരു ഉപരോധ സമരം കണ്ടിരുന്നു. ഈ ഭരണസമിതി യോഗം ചേരുന്നതിന് മുൻപ് അത് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും കയറ്റിവിടാത്ത രീതിയിലൊരു സമരം, ആ രീതിയിൽ തന്നെ ഒരു സമരം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് മെമ്പർമാരുണ്ട്. ഇപ്പോൾ ഈ നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെയും CPM മെമ്പർമാരെയും അകത്ത് കടത്തിവിടാത്ത തരത്തിലുള്ളൊരു ഉപരോധമാണ്. ഇത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ ഒരു ആളിനെയും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സമരമാണ് ചെയ്യുന്നത്. അതിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, മെമ്പർമാർ മാത്രമല്ല, ഈ പഞ്ചായത്ത് ഓഫീസ് ഒരു മനുഷ്യൻ സ്തംഭിപ്പിക്കുക എന്നുള്ള സമരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം നേതൃത്വം നൽകാൻ തീരുമാനിച്ചത്. ഈ വെള്ളം കൊടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ കോരയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകും. അത് നിങ്ങൾ തടയുന്നൊരു സമരത്തിലേക്ക് പോകുമോ വെള്ളം എടുക്കുന്നത്? തീർച്ചയായിട്ടും ജനങ്ങൾ അണിനിർത്തിക്കൊണ്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാനുള്ള ഇത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനം. ഇതാണ് ഈ കർഷകർ, അതോടൊപ്പം തന്നെ കുടിവെള്ളം, ഈ കൃഷിക്കും കുടിവെള്ളത്തിനും മാത്രമാണ് ഇവിടെ നിലവിൽ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോരയാർപ്പുഴയുടെ തീരത്ത് നൂറുകണക്കിന് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. പുതുശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുന്നത് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഉള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ നിരവധി ഈ വ്യവസായ സ്ഥാപനങ്ങൾ, ഈ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ, അവർക്കൊന്നും തന്നെ ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഈ കോരയാർപ്പുഴയിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുമതിയില്ല. പഞ്ചായത്തിലെ ഒരു തുള്ളി ഭൂഗർഭ ജലം പോലും എടുക്കില്ല എന്ന് മന്ത്രി ഉറപ്പ് നൽകിയതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പുതുശ്ശേരിയിൽ എടുക്കാൻ എന്നാ പിന്നെ എലപ്പുള്ളിയെ ബുദ്ധിമുട്ടിക്കുന്നത്. പുതുശ്ശേരി ആണെങ്കിൽ CPM ഭരിക്കുന്ന പഞ്ചായത്താണ്, അപ്പോൾ എളുപ്പമുണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷെ എന്തായാലും കോൺഗ്രസ് വലിയ പ്രത്യക്ഷ സമരങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. ഇപ്പോൾ മദ്യം ഉണ്ടാക്കാനല്ല, കെട്ടിട നിർമ്മാണത്തിനുള്ള വെള്ളമാണ്. ശരി.